ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ്. മഹാന്മാരായ അയിമത്തുകൾ പഠിപ്പിച്ച യാപ്തവാക്യത്തിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്. ആ പണ്ഡിതൻ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നവരും മനുഷ്യരുടെ ക്ഷേമത്തിലും ക്ഷാമത്തിലും കൂടെ നിൽക്കുന്നവരും അതോടൊപ്പം അറിവനുഭവങ്ങളെ കൊണ്ട് മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ചവരും സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യന്റെ മരണം, അതിൻ്റെ ആഴം ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല. ആ വിടവ് നീക്കാൻ മറ്റൊരാൾക്കും സാധിക്കുകയും ചെയ്യൂല. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് മർഹൂം അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ് പഴശ്ശി നവ്വറല്ലാഹു മർഖദ. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ചുരുങ്ങിയ കാല ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് കാണിച്ചു തന്ന പ്രസ്ഥാന പ്രബോധന പ്രവർത്തനങ്ങൾ പിൻപറ്റി ജീവിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ തുടങ്ങണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, 10 വർഷത്തോളം ഒരു പണ്ഡിതന്റെ കീഴിൽ അദ്ദേഹം ദർസ് പഠിച്ചത്. ദർസ് പഠനത്തിന് ശേഷം തഹ്സീലിന് വേണ്ടി സനത് വാങ്ങാൻ വേണ്ടിയിട്ട് കോളേജുകളിലേക്ക് ഉസ്താദുമാര് കുട്ടികളെ പറഞ്ഞേക്കാറുണ്ട്. ആ കൂട്ടത്തിൽ 10 വർഷം അദ്ദേഹം പഠിച്ച ദർസിൽ നിന്ന് കേരളത്തിലെ സമുന്നതരായ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള പണ്ഡിതനാണ് മർഹൂം എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു തആല ഉസ്താദിന്റെ ദർജയെ ഉയർത്തി കൊടുക്കട്ടെ. എം.എ. ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന ജാമിയ സഅദിയിലേക്ക് ഉപരിപഠനത്തിന് പോവുകയാണ് സഅദി ഉസ്താദ്. തലേ ദിവസം രാത്രി ദർസിലുള്ള എല്ലാ കുട്ടികളെയും ഒരുമിച്ചിരുത്തിയിട്ട് കോളേജിലേക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്രയപ്പ് കൊടുക്കുമ്പോൾ 10 വർഷത്തോളം തൻ്റെ കൂടെ പഠിച്ച ശിഷ്യന്മാരിൽപ്പെട്ട ഒരു ശിഷ്യനെ കുറിച്ച് ഉസ്താദ് മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നാളെ കോളേജിലേക്ക് പോകുന്ന ഒരു കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. എല്ലാ കുട്ടികളും അത്ഭുതത്തോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ചില കുട്ടികളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. പടച്ചോനെ, ആരായിരിക്കും മുത്തുനബിയെ സ്വപ്നം കണ്ട ആള്? ഉസ്താദ് നേരെ ഇശാറത്ത് ചെയ്തത് നമ്മുടെ അബ്ദുൽ ലത്തീഫ് ആയിരുന്നു. അല്ലാഹു തആല ചെറിയ പ്രായത്തിൽ തന്നെ അത്രയും വലിയ സൗഭാഗ്യം നൽകിയ മഹാനാണ് അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവനും ജീവിച്ച് പ്രവർത്തിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്തു മഹാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ധാരാളം പഠിക്കാനുണ്ട് ആ മനുഷ്യനിൽ. അദ്ദേഹത്തിന്റെ ജീവിതയാത്രകളിൽ നമുക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിലും ആ അനുഭവങ്ങൾ തന്നെ പറഞ്ഞാൽ തീരാത്തതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചക ലബ്ധിക്ക് ശേഷം ജബലുന്നൂറിൽ നിന്ന് നേരെ ഖദീജുമ്മാന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയണ്ടല്ലോ, സമ്മിലൂനി യാ ഖദീജ, ഒന്നെ പുതപ്പെട്ട് മുരണേ ഖദീജ എന്ന്. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ഖദീജുമ്മ പറഞ്ഞൊരു വാക്കുണ്ട്: ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടൂലല്ലോ. കാരണം എന്താ? ഇന്നക ലതഹ്മിലുൽ കല്ല, തങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസം, അപരന്റെ പ്രയാസം പരിഹരിച്ചു കൊടുക്കുന്ന ആളല്ലേ എന്ന്. അതേ വാക്കിന് അന്വർത്ഥമാക്കുന്ന പ്രബോധന പ്രവർത്തന ശൈലിയായിരുന്നു മഹാനായ അബ്ദുൽ ലത്തീഫ് സഅദി ഉസ്താദിൻ്റെത്. അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലേക്ക് ധാരാളം ആളുകൾ വന്നു പോവാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട്. വരുന്നവരെല്ലാം രോഗിയായി കിടക്കുന്ന ഉമ്മയുടെ, ബാപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ ചികിത്സാ ചെലവിന് വകയില്ലാത്തതിന്റെ പേരിൽ, പുറനിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചയക്കേണ്ടതിന്റെ പേരിൽ, നിർമ്മാണം തുടങ്ങിയിട്ട് പൂർത്തിയാകാത്ത വീട്ടിന്റെ പേരിൽ, വാടക കെട്ടിടത്തിൽ താമസിച്ച് വാടക കൊടുക്കാത്തതിന്റെ പേരിൽ, ഉടമസ്ഥൻ പുറത്താക്കിയതിന്റെ പേരിൽ, ജോലിയില്ലാത്തവർ, അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ പറഞ്ഞ് ആ വീട്ടുപടിക്കലിൽ ഓഫീസ് മുറ്റത്തെത്താത്ത ആളുകൾ വളരെ കുറവാണ്. അത് കേവലം കണ്ണൂർ ജില്ലക്കാർ മാത്രമല്ല, പല ഭാഗത്തും ആളുകൾ വരും. കാരണം സഅദി ഉസ്താദിന്റെ അടുക്കിലേക്ക് വന്നാൽ ഒന്നുമില്ലെങ്കിൽ സാമ്പത്തിക പരിഹാരം ഉണ്ടാകും, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് ഒരു സമാധാനം, ഒരു തലോടലതുണ്ടാകും. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട പലരും വന്നു പോകുമ്പോഴും പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ വളരെയധികം പരിഗണിച്ച മഹാനായിരുന്നു സഅദി ഉസ്താദ്. താഴെത്തട്ടിലുള്ള ഒരു യൂണിറ്റിലുള്ള പ്രവർത്തകനാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും മീറ്റിങ്ങിലോ സെറ്റിങ്ങിലോ കാണുന്ന സമയത്ത്, എന്താണ് ഹബീബെ, കണ്ടിട്ട് കുറെ കാലമായല്ലോ, എന്താണ് മോനെ ചോദിച്ചിട്ട് കവിളത്തൊരു ചെറിയ നുള്ളു തന്നിട്ട് ചേർത്ത് പിടിക്കും. എന്നിട്ട് അണച്ചുകൂട്ടി പിടിച്ചിട്ട് സന്തോഷം പറയും: കണ്ടിട്ട് കുറെ കാലമായി, നിങ്ങൾ ഇങ്ങനെ നായാൽ പോരാട്ടോ, സമൂഹത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ, നന്നായിട്ട് പ്രവർത്തിക്കണം, ഉഷാറാക്കണം എന്നൊക്കെ പറയും. ആ വലിയ മനുഷ്യനിൽ നിന്ന് നല്ലൊരു ഉപദേശം കിട്ടുന്ന സമയത്ത് പലപ്പോഴും എന്നെപ്പോലെയുള്ള പ്രവർത്തകന്മാർക്ക് വല്ലാത്തൊരു പ്രചോദനമായിരുന്നു അത്. അദ്ദേഹത്തെ പോലെ പ്രഭാഷണം നടത്തുന്ന ധാരാളം പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട്. പക്ഷേ ആ സ്വഭാവമുള്ളവർ ചിലപ്പോൾ വളരെ കുറവായിരിക്കും. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് മേലേത്തട്ടിലുള്ള നേതൃത്വം വരെ എല്ലാവരുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നൊരു നേതാവും ഒരു പ്രവർത്തകനും പ്രബോധകനും. ഞാൻ ആലോചിക്കുന്നുണ്ട്,
വർഷങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിൽ വെച്ച് സമുദായ പാർട്ടികളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ചില പ്രയാസങ്ങൾ, അതിനെതിരെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ SYS-ഉം SSF-ഉം സംഘടിതമായി തളിപ്പറമ്പിന്റെ പരിസരങ്ങളിൽ ഒരു പ്രകടനം നടത്തി. അതിന്റെ പേരിൽ അറിയാലോ, SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ പ്രകടനം നടത്തുന്നത് ഒരു ബസിന്റെയും ചില്ലുകൾ അടിച്ചു പൊളിച്ചിട്ടല്ല, ഒരു വീടിന്റെയോ ടെറസിന്റെയോ ബിൽഡിങ്ങിന്റെയോ ഗ്ലാസുകൾ പൊളിച്ചിട്ടല്ല. അക്രമം എന്ന് പറയുന്നൊരു ശൈലി നമ്മുടെ പ്രകടനങ്ങൾ ഉണ്ടാവാറില്ല. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമുള്ളതാണ് പ്രബോധനങ്ങളും പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും. പക്ഷേ സമുദായ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുള്ള വല്ലാത്ത കമന്റുകൾ വന്നപ്പം, അതോടൊപ്പം തന്നെ അവർ വല്ലാതെ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞപ്പം പോലീസുകാരെ പ്രവർത്തകന്മാർ പിടിച്ച് അറസ്റ്റ് ചെയ്തു. വിഷയം സഅദി ഉസ്താദ് രാത്രി 12 മണിക്ക് അറിയുന്നത്. അന്നേ ദിവസം ദൂരത്തെവിടെയോ വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴാണ് ഉസ്താദിലേക്ക് വിവരം എത്തുന്നതും. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ സംവിധാനം കൂടുതൽ ലഭ്യമല്ലാത്തൊരു സമയമാണത്. വിവരം അറിഞ്ഞ ഉടനെ ഉസ്താദ് തളിപ്പറമ്പിലോട്ട് വരികയാണ്. അറിയണം, ഏകദേശം 10-45 കിലോമീറ്ററോളം ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ആ അർദ്ധരാത്രിയിൽ ഉസ്താദ് വന്നു, പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. ഉസ്താദ് പറയാണ്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്ക് എൻ്റെ കുട്ടികളെ പുറത്തിറക്കണം. ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾ എൻ്റെ മക്കളെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? സുബഹിന്റെ മുന്നേ കുട്ടികൾ അവിടെ നടക്കി കൊണ്ടുവന്ന് ഓരോരുത്തരും പോയതിനു ശേഷം മാത്രമാണ് ഉസ്താദ് സ്വന്തം വീട്ടിലോട്ട് പോകുന്നത്. ആ മനുഷ്യന് കേവലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ട് അന്നത്തോടെ പ്രവർത്തനം തീരുന്ന ഒരു പ്രബോധകനോ പ്രവർത്തകനോ അല്ല, നേതാവോ അല്ല അദ്ദേഹം. പിറ്റേ ദിവസം രാവിലെ സുബഹി മുതൽ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. പക്ഷേ ആ രാത്രിയിലും പാവപ്പെട്ട പ്രവർത്തകന്മാർക്ക് വേണ്ടി നിലയുറപ്പിച്ചൊരു നേതാവായിരുന്നു അദ്ദേഹം. എത്ര പറയാനുണ്ട്. സാദാത്യങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ച മഹാനായിരുന്നു അദ്ദേഹം. വളവട്ടണ സാദാത്യങ്ങളുമായിട്ട് അങ്ങേയറ്റത്തെ ബന്ധം അദ്ദേഹത്തിന്റെ വാപ്പക്കുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ വഫാത്തായ സമയത്ത് വളവട്ടണത്തുള്ള മുഴുവൻ സാദാത്യങ്ങളും ഉസ്താദിന്റെ ആ ഖബറിലേക്ക് മയ്യത്ത് വെക്കുന്നതും അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുഴുവനും സാദാത്യങ്ങളാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന സാദാത്യങ്ങളാണ്. എല്ലാ വിഷയത്തിലും അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ തങ്ങന്മാരാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ അവരോടുള്ള ബന്ധമായിരുന്നു അത്. അവിടുത്തെ വഫാത്ത് അറിഞ്ഞത് മുതൽ എത്ര ഉമ്മമാരാണ് പൊട്ടി കരഞ്ഞത്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഉസ്താദിന്റെ വഫാത്ത് അറിഞ്ഞപ്പം എൻ്റെ ഉമ്മടക്കം, എൻ്റെ ഭാര്യ അടക്കം കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിയിട്ട് ഇങ്ങനെ പറയാണ്, പടച്ചോനെ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് അറിയില്ലല്ലോ. കാരണം ചെറിയ പ്രായം മുതലേ വയലു പറയാൻ തുടങ്ങി. എത്രയോ ഉമ്മമാരുടെ, എത്രയോ ഉപ്പമാരുടെ, എത്രയോ പ്രാസ്ഥാനിക പ്രവർത്തകന്മാരുടെ മനസ്സിൽ ഇടം പിടിച്ചു. അറിയാതെ കരഞ്ഞു പോകും. ഉസ്താദിന്റെ വയലു കേൾക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ കരഞ്ഞു പോകും. മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് കൊടുക്കുന്ന ഉപദേശം അദ്ദേഹത്തിന്റെ വേറിട്ടൊരു പ്രവർത്തനമായിരുന്നു. ഞങ്ങളെല്ലാവരും കലക്ട്രേറ്റ് മൈതാനിയിൽ നിന്ന്, അതല്ലെങ്കിൽ കലക്ട്രേറ്റിന് മുന്നിൽ നിന്ന് അന്നത്തെ ദിവസം നടന്നിരുന്ന ഒരു പ്രതിഷേധം, അതിൽ നിന്ന് പിരിഞ്ഞ് ഓരോരുത്തരും വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് പെട്ടെന്ന് എല്ലാവരുടെയും വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ്, എല്ലാവരും 3 നാരിയ സ്വലാത്ത് ചൊല്ലണം, ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോഴേക്ക് സഅദി ഉസ്താദിന് അറ്റാക്ക് വന്നിട്ട് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാണ്. പടച്ചോനെ, തൊട്ട് മുന്നത്തെ സമയം, മിനിറ്റുകൾക്ക് മുന്നേ ഞങ്ങളോട് മുന്നിൽ നിർത്തിയിട്ട് 100 കണക്കിന് പ്രവർത്തകന്മാരുടെ മുന്നിൽ നിന്ന് നന്നായി പ്രഭാഷണം നടത്തിയ ഉസ്താദാണല്ലോ. എന്തായി കേൾക്കുന്നത്? സത്യമാവല്ലേ റബ്ബേ, അപകടമൊന്നും വരുത്തല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മെസ്സേജ് വരുന്നു. എന്നേക്കുമായി ഉസ്താദ് വിട പറഞ്ഞിരിക്കുന്നു. കണ്ണൂർ AKG ഹോസ്പിറ്റലിന് മുന്നിലേക്ക് ഞാനടക്കമുള്ള പ്രവർത്തകന്മാരോട് ചെല്ലുമ്പോൾ എത്രയേറെ പ്രവർത്തകന്മാരാണ് സ്വന്തം ഉമ്മ മരിച്ച, ബാപ്പ മരിച്ച, ഭാര്യ മരിച്ച, മക്കൾ മരിച്ച വ്യസനത്തിൽ മുഖത്തിൽ നിന്ന് ഓരോരുത്തരുടെയും സങ്കടം ഒപ്പിയെടുക്കാൻ പറ്റും. അത്രത്തോളം സങ്കടത്തോടു കൂടിയാണ് ഉസ്താദിന്റെ വഫാത്തിന്റെ കാര്യം ഓരോരുത്തരും കേൾക്കുന്നത്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഉസ്താദിന്റെ ജനാസയും ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പഴശ്ശി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഉസ്താദിന്റെ വീടും പരിസരവും നിറഞ്ഞു കവിയുന്നു. റോഡ് മുഴുവനും ബ്ലോക്കായി പോകുന്നു. എത്ര പ്രവർത്തകന്മാർ പാതിരാത്രി വരെ നീണ്ടുകിടക്കുന്ന, സുബഹി വരെ നീണ്ടുകിടക്കുന്ന ക്യൂവിൽ നിന്ന് ഒരു നോക്ക് പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുള്ള ഒരുപാട് പ്രവർത്തകന്മാർ വന്നു. അവസാനം ഒരു നോക്ക് കണ്ട് തിരിച്ചു പോകുമ്പോൾ പൊട്ടി കരയുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ആര് മരിച്ചാലും ഉസ്താദിന്റെ ആഫിയത്തും സാഹചര്യം നോക്കി ഉസ്താദ് കഴിവിന്റെ പരമാവധി എത്തിപ്പെടാറുണ്ട്. പക്ഷേ ഒരു തവണക്കെ വന്നിട്ട് പോകും, ദ്വാരക്കും അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാനൊക്കെ ആഹ്വാനം ചെയ്യും. പക്ഷേ പലതവണ വന്നു പോകുന്നത് ആ മരിച്ച വ്യക്തിയോടുള്ള അങ്ങേയറ്റത്തെ ബന്ധത്തെ അറിയിക്കുന്നതായിരിക്കുമല്ലോ. സഅദി ഉസ്താദ് വഫാത്തായ അന്നത്തെ ദിവസം ഉസ്താദിന് ദൂരത്തെവിടെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് ഉസ്താദ് സുബഹിന്റെ മുന്നേ സഅദി ഉസ്താദിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ജനാസ കണ്ടു, നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തു. ഉസ്താദ് ഒന്ന് കരഞ്ഞു. ശേഷം മയ്യത്ത് നിസ്കാരത്തിന് ഉസ്താദ് നേതൃത്വം കൊടുത്തു. ഉസ്താദും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പക്ഷേ ശാരീരികമായിട്ട് പല അവശതകളും ഉസ്താദിനുണ്ടായിട്ടും ആ ഉസ്താദ് പിന്നെയും അടുത്ത ദിവസം സഅദി ഉസ്താദിന്റെ വീട്ടിലോട്ട് വരുന്നു. ഉസ്താദ് നേതൃത്വം കൊടുത്ത സ്ഥാപനത്തിലേക്ക് വരുന്നു. ഉസ്താദിന്റെ
സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബാധ്യതകൾ കാന്തപുര ഉസ്താദും പേരോട് ഉസ്താദും നേരിട്ട് നേതൃത്വം കൊടുത്ത് പരിഹരിക്കാനുള്ള ശ്രമം കണ്ടെത്തുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ ബാധ്യതകളും മുട്ടിക്കൊടുക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ ബാധ്യതകളൊന്നും ഒരിക്കലും ഉസ്താദിൻ്റെ പുതിയ കാറുകൾ വാങ്ങാനോ വീട് മോടി പിടിപ്പിക്കാനോ മക്കളെ കെട്ടിക്കാനോ അല്ല. മറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വീട്ടുപടിക്കലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകൾ ഭാര്യയെ ചികിത്സിക്കാൻ, മക്കളെ ചികിത്സിക്കാൻ, തുടങ്ങി വെച്ച വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ, അങ്ങനെ പല ജാതി ആവശ്യങ്ങൾ പറഞ്ഞ് നാനാതുറകളിൽ നിന്ന് വരുന്ന പാവങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് പിരിപ്പിച്ചത്, കടം വാങ്ങിയത്, കടം കൊടുത്തത്, അങ്ങനെ പലതും. ഇതെല്ലാം വീട്ടിൽ കൊടുക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ സമയമാണ്. കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും ഒരു ഫാത്തിഹെങ്കിലും ഓതിയിട്ട് ഉസ്താദിൻ്റെ ഖബറിലേക്ക് ഹദിയ ചെയ്യണം. അള്ളാഹു ഉസ്താദിന് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവിടെ നിന്ന് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.